ഹേയ് PSC ആസ്പിരൻസ്, പുതിയൊരു സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഫോൺ അഡിക്ഷൻ എങ്ങനെ കുറച്ചു എന്നുള്ളതും കൂടെ പറയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം കൺസിസ്റ്റൻസി ഇല്ലായ്മയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇല്ലാണ്ടാവാനുള്ള ഒരു റീസണാണ് ഈ ഫോൺ അഡിക്ഷൻ. PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ അത്ര ഫോൺ അഡിക്ഷൻ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും എക്സ്ട്രീം ലെവലായിരുന്നു എൻ്റെ ഫോൺ യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം ഞാൻ എൻ്റെ ഫോൺ അഡിക്ഷനെ പറ്റിയിട്ട് പറയും, അത് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത്. പിന്നെ ഞാനത് എങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ള കാര്യം, അത് കുറച്ച് ടിപ്സായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കുറച്ച് മുന്നേ ഉള്ള കാര്യമാണ്. അതായത് ഞാൻ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. അപ്പോൾ പിന്നെ ക്ലാസ്സിന് പോകാൻ പറ്റാത്തൊരവസ്ഥയും, വീട് ഹോസ്പിറ്റൽ വീട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടൈമായിരുന്നു അത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തൊരു ടൈമായിരുന്നു അന്ന്. പഠിക്കണം എന്നുണ്ട്, പക്ഷെ നമുക്ക് ഫിസിക്കലി പെയിൻ ഉള്ളൊരു സമയത്ത് നമുക്കൊന്നും പഠിക്കാൻ തോന്നില്ല. ആ ഒരു ടൈമിൽ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോണിനെ മാത്രമായിരുന്നു. അപ്പോൾ ഈ ഫോൺ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫിസിക്കലി ഉള്ള പെയിനൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ ആ ഫോണിലേക്ക് അങ്ങ് ലയിച്ചിരിക്കും. ആ ഒരു സമയത്ത് എൻ്റെ ഫോൺ യൂസ് എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ സ്ക്രീൻ ടൈം കാണാൻ പറ്റുമല്ലോ, അപ്പോൾ അത് 16 അല്ലെങ്കിൽ 17 മണിക്കൂറിലധികം പോയ ദിവസങ്ങളുണ്ട്. വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും ഫോൺ അഡിക്റ്റായി എന്നുള്ളൊരു കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ ഇൻസ്റ്റ, വാട്സപ്പ്, യൂട്യൂബ്, ഏതെങ്കിലും ഒന്നിലിങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ ഫോൺ അഡിക്ഷൻ എങ്ങനെ കുറക്കാമെന്നുള്ള വഴി നോക്കിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് 1-2 വീഡിയോസ് കണ്ട്, പിന്നെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വീഡിയോസ് കണ്ട്, ഷോർട്സ് കണ്ട് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഞാൻ ഇതിനാണല്ലോ കയറിയത് എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വരിക. ഇപ്പോൾ പറഞ്ഞത് ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്, ഇതിലും വളരെ ശോകമായിരുന്നു എൻ്റെ കാര്യങ്ങൾ. എൻ്റെ ഒരു അവസ്ഥ ഏകദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാനിതെങ്ങനെ കുറച്ചു എന്നുള്ള കാര്യം പറയാം. അതിന് മുന്നേ ഒന്ന് പറയാം, ഈ ഫോൺ അഡിക്ഷൻ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒന്നല്ല. പതിയെ സാവകാശം ഇത് കുറച്ച് കൊണ്ടുവരാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്വയം ഫോൺ അഡിക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം, അക്സെപ്റ്റ് ചെയ്യണം, അത് തിരിച്ചറിയണം. അത് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോൺ അഡിക്ഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നുള്ള ഒരു തീരുമാനം എടുക്കണം. അത് നിങ്ങൾ സ്വയം എടുക്കുന്നതാവണം, വേറൊരാളുടെ നിർബന്ധപ്രകാരം എടുത്തിട്ട് കാര്യമില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് ബിസി ആവുക എന്നുള്ളതാണ്. എനിക്ക് ഈ ഫോൺ അഡിക്ഷൻ വന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനൊരു സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ട് നമ്മൾ ലൈഫ് ഷെഡ്യൂൾ ചെയ്യാം. മീൻസ് ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് ഒരു ദിവസം ഇത്ര മിനിറ്റ് മാത്രമേ ഫോൺ ഉപയോഗിക്കൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുക. നമ്മൾ പഠിക്കുന്ന റൂമിലേക്ക് മാക്സിമം ഫോൺ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പക്ഷേ ഇപ്പോൾ പഠിക്കേണ്ട അധിക കാര്യങ്ങൾ ഫോണിൽ തന്നെയാണ് ഉള്ളതല്ലേ. അപ്പോൾ മാക്സിമം അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് PDF ആണെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് പഠിക്കാൻ നോക്കുക. അല്ലാതെ ബുക്സ് വാങ്ങിച്ചിട്ട് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് പഠിക്കാൻ നോക്കുക. ഫോണിന് അധികം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു അഡിക്ഷൻ ഉള്ളവർ മാത്രമാണ്, അല്ലാത്തവർക്ക് പ്രശ്നമില്ല. പിന്നെയുള്ളത് നോട്ടിഫിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ഫോൺ നോക്കി എന്തെങ്കിലും ഒരു PDF നോക്കി എന്തെങ്കിലും ഒരു കാര്യം എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, പെട്ടെന്നൊരു വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി വരും. അതുകൊണ്ട് വാട്സപ്പ്, ഇൻസ്റ്റ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ആപ്പായാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫാക്കി വെക്കുക. നമുക്കിപ്പോൾ അത്രയും അത്യാവശ്യമായിട്ടുള്ള അച്ഛൻ്റെയും അമ്മേൻ്റെയും അങ്ങനെയുള്ളവരെ മാത്രം ഓണാക്കിയിട്ട്, നമുക്ക് അങ്ങനെ പറ്റുമല്ലോ, ചിലവരുടെ മാത്രം ഓണാക്കിയിട്ട് ബാക്കി എല്ലാവരെയും ഓഫ് ചെയ്തിട്ട് തന്നെ വെക്കുക. പിന്നെ ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നമുക്ക് ബ്രേക്ക് ടൈം വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മളിത് യൂസ് ചെയ്താൽ അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒരു ടൈം വരും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു റിമൈൻഡർ വരുമല്ലോ, ഇതാ ഞാൻ ഇത്രയും സമയത്ത് യൂസ് ചെയ്തല്ലോ എന്നുള്ള. അപ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബാക്ക് അടിക്കും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ടായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പഠിക്കുന്നത് വീഡിയോസ് ആക്കുക. ഞാൻ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്റ്റഡി ബ്ലോഗ്സാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പഠിക്കുന്നത് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ് ടൈമർ വെച്ചാൽ ആ ഒരു 20 മിനിറ്റ് കഴിയുന്നവരെ നമ്മൾ ഫോൺ എടുക്കില്ല. അങ്ങനെ ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച ഒരുപാട് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ എക്സാം കഴിയുന്നവരെ മാക്സിമം സോഷ്യൽ മീഡിയയും വേണ്ടാത്ത ചാറ്റുകളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്കൊരു 1% എങ്കിലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പുതിയൊരു ബ്ലോഗിൽ കാണാം. ബൈ ഗൈസ്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams.